ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് നല്ലൊരു പരിപ്പ് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2-3 കുഞ്ഞുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ഇടിച്ച ചുവന്ന മുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 തണ്ട് മുരിങ്ങയില ഞാനിവിടെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില കുറേശ്ശെയായി നമുക്ക് ഈ പാനിലേക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ പാൻ വയ്ക്കാനായിട്ട്. ഈ മുരിങ്ങയില ഞാനിപ്പോൾ കുറേശ്ശെയായിട്ട് പാനിലേക്ക് ചേർക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുരിങ്ങയില പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി 1 കപ്പോളം പരിപ്പ് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ വെളുത്തുള്ളിയും ഉപ്പും കുഞ്ഞുള്ളിയും ചേർത്ത് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പരിപ്പ്, നമ്മുടെ വേവിച്ച പരിപ്പ് കുറേശ്ശെയായി നമുക്ക് പാനിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ അരപ്പാണ്, തേങ്ങയുടെ അരപ്പാണ്. അപ്പോൾ 2 കപ്പോളം തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകവും 2 വെളുത്തുള്ളിയും 2 കുഞ്ഞുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്താണ്. അപ്പോൾ ഞാൻ ആ അരപ്പാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചേർത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ തോരൻ നന്നായിട്ടൊന്ന് തോർത്തിയെടുത്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ തോരൻ കിട്ടും. വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് തോരൻ നല്ല സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഊണിനായിട്ടുള്ള പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഊണിന് വേണ്ടിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ മുരിങ്ങയില പരിപ്പ് തോരനും, പിന്നെ ഞാനിവിടെ കുറച്ച് ചെമ്മീൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്മീൻ വറുത്തതും പിന്നെ തക്കാളി രസമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ തക്കാളി രസം കൂടി ഒഴിച്ച് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.